ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി പറയണ്ടേ അവർ ജൂൺ 1-ാം തീയതി തൊട്ടിട്ട് സമരത്തിലോട്ട് പോകും. സിനിമാ സമരം, സിനിമ നഷ്ടത്തിലാകും. അതിനവർ മുന്നോട്ട് വെച്ച കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് താരങ്ങളുടെ പ്രതിഫലം, താരങ്ങളാണ് സിനിമക്ക് നഷ്ടമുണ്ടാക്കുന്നത്. താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അപ്പൊ ഈ താരങ്ങളെ വെച്ചുകൊണ്ട് സിനിമകൾ ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടുള്ള കുറെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ തലപ്പത്തിരിക്കുന്നത്. എന്താ പറഞ്ഞത് ശരിയല്ലേ? അവർ തന്നെയാണ് പറയുന്നത് താരങ്ങൾക്ക് വില കുറക്കണം. അപ്പൊ അത് ഒരു ന്യായമായ ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരെന്താ? രേവതി കലാമന്ദിർ. നമ്മളെ ചോറല്ലേ? അദ്ദേഹത്തിന്റെ നിർമ്മാതാവിന്റെ പേര് അദ്ദേഹം വെക്കുന്ന എന്താ? മേനക സുരേഷ് കുമാർ. ഈ മേനക ചേച്ചി ആക്ട്രസ് ആയിരുന്നല്ലോ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നമ്മളാരും മേനക ചേച്ചി അമ്മയുടെ മെമ്പറാണ്. നമ്മളവിടെ കുറ്റപ്പെടുത്താനൊന്നും പോകത്തില്ല. പക്ഷെ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പക്ഷേ ഒരു തലക്കാത്ത് ഇത് പറയുന്ന സമയത്തൊന്ന് ആലോചിക്കണ്ടേ? എന്റെ സിനിമാ കമ്പനിയുടെ പ്രൊഡ്യൂസറായിട്ട് ഞാൻ പേര് വെക്കുന്നത് മേനക. അതിച്ചിരി കൂടുതലല്ലേ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഇനി അദ്ദേഹത്തിന്റെ മകള് ആക്ട്രസ് അല്ലേ, കോടികൾ മേടിച്ച് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ? ഇന്ന് വരെ ₹1 കുറച്ച് ഒരു സിനിമ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലോ? ഇവർക്ക് എന്തുകൊണ്ട് ഇവർക്ക് അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒരു സിനിമ ഹിറ്റാക്കണമെന്നുണ്ടെങ്കിൽ താരങ്ങളെ ഇല്ലാതെ ഇവർക്ക് സിനിമ എടുക്കാമല്ലോ? ഇവരെന്താ അതിനെ മുതിരാത്തത്? എവിടെന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേന്ന്. ഇവർക്ക് താരങ്ങളെ വേണം നായകനായിട്ട്, അല്ലെ നായികയായിട്ട്, അല്ലെങ്കിൽ മറ്റ് നിരയിലോട്ട് താരങ്ങളെ തന്നെ വേണം. ഒപ്പം അവർക്ക് പൈസ കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ അത് ഇരട്ടത്താപ്പ്. ഇവർ കഴിഞ്ഞ വർഷം വന്നിട്ട് അമേരിക്ക വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ താരങ്ങളില്ലാതെ ഷോ ഹിറ്റാകത്തില്ല. ആലോചിച്ച് നോക്കണം, അന്നേരം ഇവർക്ക് താരങ്ങൾ വേണമായിരുന്നു. 100% ഞാൻ യോജിക്കുന്നു. പടം ഉണ്ടാക്കാൻ മാത്രം താരങ്ങൾ വേണം. പടം എടുത്തു കഴിഞ്ഞാൽ പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്ന കൂരായണം. പിന്നെ എല്ലാ താരങ്ങൾക്കും വൈത്തവ. ഏറ്റവും കൊള്ളതാത്ത താരങ്ങളാണ്. ഒരു സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്ന് പോകാൻ. പടം ഉണ്ടാക്കാൻ മാത്രം താരങ്ങൾ വേണം. പടം എടുത്തു കഴിഞ്ഞാൽ പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്ന കൂരായണം. പിന്നെ എല്ലാ താരങ്ങൾക്കും വൈത്തവ. ഏറ്റവും കൊള്ളതാത്ത താരങ്ങളാണ്. മലയാള സിനിമ രക്ഷപ്പെടില്ലടാ, രക്ഷപ്പെടില്ല. നാണമുണ്ടോ? നന്ദിയുണ്ടോ? ഒരു മനുഷ്യത്വം വേണ്ടി ഇവർക്കൊക്കെ സംസാരിക്കുമ്പോൾ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.